നമസ്കാരം. ഭരണമില്ലാതായിട്ട് 8 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അൾസേഷ്യൻ പട്ടിയുമായി കൂട്ടുകൂടി ഒരേ ഇരിപ്പല്ലേ? സുധാകരന് വട്ടായി എന്നാണ് കോൺഗ്രസിനകത്തിനുള്ളവർ തന്നെ പറയുന്നത്. കെ.പി.സി.സിയുടെ ചെലവിൽ സുധാകരനെ ഉടനെ ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയായിരിക്കും ഇനിയിപ്പോൾ വേണ്ടത്. ഈ പേയിളകിയ പട്ടിയെ നാട്ടുകാർ തെരുവിലിട്ട് കൈകാര്യം ചെയ്യാൻ ഒട്ടും വൈകുകയില്ല എന്നാണ് പല ഭാഗത്തു നിന്നും സുധാകരനെതിരെ ഉണ്ടാകുന്ന പരിഹാസങ്ങൾ. സുധാകരനെ പലരും ഒരു അൽസേഷ്യൻ പട്ടിയായിട്ടാണ് ഉപമിക്കുന്നത്. കെ.പി.സി.സി പ്രസിഡന്റ് അല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ കൂട്ടിക്കൊടുപ്പുകാരൻ, മാമാപ്പണിക്കാരൻ, കാണ്ടാമൃഗം, അങ്ങനെ പുറത്തു പറയാൻ കഴിയാത്ത കുറെ വാക്കുകളാണ് സുധാകരനെതിരെ പലരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സുധാകരൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ ആവോ? 8 വർഷമായി ഭരണം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് സുധാകരന്റെ മാനസിക നില ആകപ്പാടെ തെറ്റിയ നിലയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് സുധാകരൻ ഇപ്പോൾ നാക്കെടുത്ത പിച്ചുമ്പയും വിളിച്ചോതുന്നത്. കോൺഗ്രസ് ഒരു മാന്യതയുള്ള പാർട്ടിയാണെങ്കിൽ സുധാകരനെ പോലെയുള്ളവരെ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുമോ? കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രി ഭീകരജീവിയാണെന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തെങ്കിലും വിഷയം കിട്ടിയാൽ അത് സർക്കാരിനെയും ഭരിക്കുന്ന മുഖ്യമന്ത്രിയെയും ജനങ്ങളുടെ മുന്നിൽ മോശമാക്കി ചിത്രീകരിക്കാനുള്ള അവസരങ്ങളൊന്നും സുധാകരൻ പാഴാക്കുകയില്ല. മുഖ്യമന്ത്രിയെ ഭീകര സ്വത്വത്തോട് ഉപമിച്ച സുധാകരന് പിന്നെ മനസമാധാനക്കേട് ഉണ്ടായി എന്നാണ് കേൾക്കുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, സഖാക്കൾ ഇത് കേട്ട് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സുധാകരന് കണക്കിന് തന്നെ പലയിടത്തു നിന്ന് കിട്ടി ബോധിച്ചെന്ന് തന്നെ പറയാം. എന്തായാലും സുധാകരന്റെ പ്രസ്താവന മാധ്യമങ്ങളും ഏറ്റുപിടിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ വിചാരിക്കുന്ന ലക്ഷ്യങ്ങളല്ല CPM-ൻ്റെത്. അത് മാധ്യമങ്ങൾക്കും നല്ല പോലെ അറിയുന്ന കാര്യമാണ്. എന്നാലും സുധാകരനെ പോലെയുള്ള വിവരദോഷികളുടെ പ്രസ്താവനകളെ ഏറ്റെടുത്തുകൊണ്ട് വാർത്തകൾ വളച്ചൊടിക്കുകയാണ് പല മുഖ്യധാരാ മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഓണക്കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി വിവിധ സഹായ പരിപാടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതൊന്നും ഒരു മുഖ്യധാരാ മാധ്യമങ്ങളിലും വാർത്തയാകുന്നില്ല. അവർക്ക് താല്പര്യം സർക്കാരിനെ പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്ന വാർത്തകളോടാണ്. വയോജനങ്ങൾക്ക് പിണറായി സർക്കാരിന്റെ വക നൽകിയ ഓണസമ്മാനത്തെക്കുറിച്ച് ഇവിടെ ആരെങ്കിലും പറഞ്ഞു കേട്ടോ? ഓണത്തിന് 2 ഗഡു ക്ഷേമ പെൻഷനാണ് സർക്കാർ നൽകിയത്. 1700 കോടി രൂപയാണ് ഇതിനായി ധനവകുപ്പ് അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ഇപ്പോൾ നൽകി വരുന്ന പെൻഷനൊപ്പം കുടിശ്ശികയായി 1 മാസത്തെ ഗഡു കൂടി ചേർത്ത് 2 മാസത്തെ പെൻഷൻ വീടുകളിൽ എത്തുകയും ചെയ്യും. ഇതിന്റെ വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കും. കുടുംബശ്രീ ഹരിതസേന അംഗങ്ങൾക്ക് 1000 രൂപ കൂടി അനുവദിച്ച് സർക്കാർ ഉത്തരവ് കൂടി ഇതിനൊപ്പം ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ സുധാകരൻ കേട്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇത് മുഖ്യധാര മാധ്യമങ്ങൾ കേട്ടോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. ഇതൊക്കെയാണ് വാർത്തയായിട്ട് നൽകേണ്ടത്. അല്ലാതെ സുധാകരനെ പോലെയുള്ള വിവരദോഷികളുടെ ഈ കുപ്രചാരണങ്ങളല്ല വാർത്തയായി കൊടുക്കേണ്ടതെന്നും ഇവിടെ പറഞ്ഞുകൊള്ളുന്നു.